ஐயோ இது ஆறுது. ஐயோ எப்ப வந்தீங்க? ஐயோ வாங்கண்ணே. ஐயோ இது ஹலோ அட்டே சாதனம் கொண்டு வந்துடணும். உண்டே. நீங்க எத்தனை வச்சு எடுக்கிறீங்க? ஒடுக்கத்த பண்டாடும் தமிழ். അതെനിക്ക് ശരിയാവില്ല. എനിക്ക് ഈ ഇടയ്ക്ക് എന്നിട്ട് കൂട്ടിക്കൊടുത്തുള്ള പണിയേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. ആ മുതലാളി മൊട്ടാ പയ്യ. ആണാ ഞാൻ சொல்ற மாதிரி നീ കേൾക്കണം. நான் എഡിറ്റോറിയൽ. ഓക്കെ. അവിടെ ഒഴിക്കൂ, ഇവിടെ ഒഴിക്കൂ, ഇങ്ങോട്ട് നീട്ടി ഒഴിക്കൂ, ഇവിടെയും ഒഴിക്കൂ. ഇഷ്ടമുള്ളിടത്ത് ഒഴിച്ചോളൂ. ഡോക്ടർ സൂത്രപ്പള്ളിയുടെ വീട് ഇതാണോ? സൂത്രപ്പള്ളി അല്ല, കൂത്രപ്പള്ളി. അത് ഞാനാണ്. കമാൺ, യു ആർ വെൽക്കം. ദിസ് വേ. ക്ലൈംബ് ദി സ്റ്റെയർസ്. കമാൺ. എന്താ പേഷ്യന്റിന്റെ പേര്? കൃഷ്ണമ്മ. എന്റെ സഹോദരിയാണ്. വയസ്സ് 16. ഒരു 16 രൂപ ഇങ്ങ് തരൂ. ഇത് അഡ്മിഷൻ ഫീസ് ആണ്. കൺസൾട്ടിംഗ് ഫീസ് പരിശോധന കഴിഞ്ഞു പറയും. ബാലൻസ് ആഫ്റ്റർവേർഡ്സ്. എന്താണ് അസുഖം? അതറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്മാർട്ട് ഗേൾ. കുട്ടിയുടെ മൈൻഡ് അനലൈസ് ചെയ്ത് ഞാൻ പറയാം. അതെ, ഇവിടെ കരാട്ടെ ഓടിക്കാൻ പോയി കേട്ടാ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്തോ രാത്രിയിൽ എണീറ്റിരുന്ന് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ആകാശത്തേക്ക് കൈമുറുക്കി ഇടിക്കും കേട്ടാ. ഈ സമയത്ത് ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും ചോദിച്ചാ കമന്ന് കിടന്ന് എന്റെ ബ്രൂസിലിയെ ഓടി വരണേ, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും കേട്ടാ. Sit down, man. ബ്രൂസ് ലിയോ കരാട്ടെ കൊർണേലിയ കൊളേഷ്യ. നിന്നെ ഞാൻ ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയയാക്കുന്നു. അങ്ങനെ ആക്കണ്ട. നീ എന്നെ അനുസരിക്കും. ഇല്ല. നീ ബ്രൂസ്ലിയെ മറക്കണം. സാധ്യമല്ല. നീ ബ്രൂസ്ലിയെ മറക്കണം. സാധ്യമല്ല. നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. എങ്കിൽ അടിയും കൊള്ളും. അത് നിന്റെ അബോധ മനസ്സിലെ തോന്നലാണ്. ബോധ മനസ്സിൽ നിനക്കാ തോന്നലില്ല. പിടിച്ചോ, പിടിച്ചോ. Oh my God! വയലന്റ് ആയി, കൃഷ്ണ വയലന്റ് ആയി. കുരിശ്, കുരിശ്. അടങ്ങ് സാത്താനേ, അടങ്ങ്. കർത്താവിന്റെ നാമത്തിൽ നീ അടങ്ങ്, നീ അടങ്ങ്. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. എന്താ നിർത്താൻ? ഈ നാട്ടിൽ വേറെ എത്ര ഡോക്ടർമാരുണ്ട്? നിങ്ങൾക്ക് അവിടെ എങ്ങനെ പോയി ചികിത്സിച്ചൂടെ? ഈ വട്ടന്റെ അടുത്ത് തന്നെ വേണോ? ഓടുന്നു. എക്സ്ക്യൂസ് മീ. ഏച്ചു കെട്ടി ഒരു ബന്ധമുണ്ടല്ലോ എന്ന് കരുതിയ ചെല്ലും ചെലവും തന്ന് തന്നെ ഇവിടെ താമസിച്ചിരിക്കുന്നത്. എന്റെ നാക്കുകൊണ്ട് തന്നെ ഇറങ്ങി പോവാൻ പറയിപ്പിക്കരുത്. It's a very, very serious mental disorder for me.
ഞാനൊന്ന് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. തിരക്കെന്താ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? നാട് വിട്ടിട്ട് കുറെ ദിവസമായില്ലേ. കൂടാതെ നാട്ടിൽ അവളൊറ്റയ്ക്കാ. ഇരിക്കും. ഇനി എൻഫോഴ്സ്മെന്റുകാരെ തിരിച്ചു വരാനൊന്നും പോണില്ല. ഹസൻ, കോഴിക്കോടോ മഞ്ചേരിയിലുള്ള നമ്മുടെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറി താമസിക്കാവും നല്ലത്. പുത്തനങ്ങാടി അത്ര സേഫ് അല്ല. അത് റോക്കിക്ക് വെറുതെ തോന്നുക. എനിക്ക് എന്റെ ഇപ്പോഴത്തെ വീട് തന്നെയാ ഏറ്റവും സേഫ്. പിന്നെ താൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഇവിടെ താമസിച്ചത്. ഓൾറൈറ്റ്, ഇതിരിക്കട്ടെ തൽക്കാലം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, സീ യു. See you. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് പറഞ്ഞിട്ടില്ലാത്ത വേറെ പലതും ഞാൻ ചെയ്യുന്നുണ്ട്. Hassan Koya, Chirakkal House, Puttanangadi. Book 1 blue deluxe suite in Capital Hotel on 8/11/87. Haja, PB 98345, Dubai. എന്താ ഇത്? Who is this Hassan Koya? ഹി ഈസ് എ സസ്പെക്ടഡ് കരിയർ. അയാൾക്ക് വരുന്ന ടെലിഗ്രാമും മറ്റും സ്ക്രീൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെ കിട്ടിയതാ. അതിനെ ഇറ്റ് ഇസ് ഫണ്ണി. ഹാജയോ കാജയോ ആരോ വരുന്നു. അയാൾക്ക് ഹോട്ടൽ ക്യാപിറ്റൽ ഒരു റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതിനെന്താ? നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന അർത്ഥമല്ല ഈ ടെലിഗ്രാമിന്റെ ഉള്ളടക്കം. There should be a hidden meaning. ഇതിലെ ഓരോ വാക്കിനും ഓരോ അർത്ഥം ഉണ്ടാവും സർ. Then what is it? ഡീകോഡ് ചെയ്യണം സർ. ഗുഡ് മോർണിംഗ് സർ. Good morning. ഹസൻ കോയ, ചിറക്കൽ ഹൗസ്, പുത്തനങ്ങാടി. Come on, read it. Book 1 blue deluxe suite in Capital Hotel on 8/11/87. Haja, PB 98345, ദുബായ്. ഇതൊരു രഹസ്യ മെസ്സേജ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മിസ്റ്റർ അലക്സ്? ഒറ്റ മാർഗമേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് നേരെ എയർപോർട്ടിൽ പോയി ഈ ഹാജയെ കസ്റ്റഡിയിൽ എടുക്കുക. ഇനി വേറൊരു ഗ്രൂപ്പ് നേരെ പുത്തനങ്ങാടിയിൽ പോയി ഹസനെയും കസ്റ്റഡിയിൽ എടുക്കുക. ഇരുവരെയും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സർ. സർ, ഈ ഹാജ എന്ന ആളായിരിക്കില്ല ഫ്ലൈറ്റിൽ വരുന്നത് ദുബായിൽ നിന്നും ആയിരിക്കില്ല. പിന്നെ കോൺടാക്ട് എ മാൻ ഇൻ ബ്ലൂ സൂട്ട് അറൈവിംഗ് ബൈ മസ്കറ്റ് ഫ്ലൈറ്റ് on 8/11/1987. യെസ് സർ, അതാണ് ടെലിഗ്രാമിന്റെ ഉള്ളടക്കം. മാലതയ്ക്ക് ഭ്രാന്തുണ്ടോ? ഹോട്ടൽ ക്യാപിറ്റലിൽ ഒരു സൂട്ട് റൂം ബുക്ക് ചെയ്യാൻ ടെലിഗ്രാം വന്നിരിക്കുന്നു. നിങ്ങൾ പറയുന്നു മസ്കറ്റിൽ നിന്നും വരുന്ന ബ്ലൂ സൂട്ടിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യാൻ. എന്താ ഇതിന്റെ അർത്ഥം? വാട്ട് കമ്പാരിസൺ? സർ, 8/11/87 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. അന്ന് ദുബായ് ഫ്ലൈറ്റ് ഇല്ല. അന്ന് 2 ഫ്ലൈറ്റ് ഉള്ളത്, ഒന്ന് ഡേറയിൽ നിന്നും മറ്റൊന്ന് മസ്കറ്റിൽ നിന്നുമാണ്. സർ, ക്യാപിറ്റൽ ഹോട്ടൽ എന്നുള്ളത് മസ്കറ്റിനുള്ള കോഡ് വേർഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലുള്ള കാര്യം. ക്യാപിറ്റൽ തലസ്ഥാനം, തലസ്ഥാനത്തുള്ള ഹോട്ടൽ. മനസ്സിലാവേണ്ടവർക്ക് എളുപ്പം മനസ്സിലാവും. പിന്നെ ബുക്ക് എന്നുള്ളതിന് കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ മസ്കറ്റ് ഫ്ലൈറ്റിൽ വരുന്ന ബ്ലൂ സൂട്ടിട്ട് ഒരാളെ കണ്ടുപിടിക്കുക. പിന്നെ ഡീലക്സ് എന്നൊക്കെ മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. there is no meaning in it. അതൊക്കെ ശരിയാ, എങ്കിലും വിശ്വസിക്കാനൊരു പ്രയാസം. നമ്മൾ ഈ ബ്ലൂ സൂട്ടുകാരൻ അന്വേഷിച്ച് നടക്കുമ്പോൾ ഹാജ വന്ന അയാളെ ഭാഗത്തിന് പോയാലോ? മിസ്സിന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇത് തന്നെ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും? അങ്ങനെയാണെന്ന് തീർത്തു പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. പിന്നെ ഇതൊക്കെ അനുമാനങ്ങളാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ദുബായ് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം ഹാജയ്ക്ക് അറിയാൻ പാടില്ല. അറിയാമായിരിക്കും, ബട്ട് he missed it. അതാണ് ശ്രദ്ധയിലുള്ള അശ്രദ്ധ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ലൂപ്പ് ഹോൾസ്. നമ്മുടെ നിയമത്തിലുണ്ടല്ലോ അത് ആവശ്യം പോലെ. 8th is tomorrow. Mr. Alex. ഇല്ല സർ. ഏതല്ല സർ, കഴിഞ്ഞല്ലോ. ആ, കണ്ടാ നല്ല വർക്കത്താണല്ലോടാ മോന്തയ്ക്ക്. ഒന്നുമില്ല സർ. അനുമാനങ്ങൾ ചിലപ്പോൾ തെറ്റാറുണ്ട്. ഡാഡാ, എയർപോർട്ടിൽ വെച്ച് നീ ആരെയോ നോക്കുന്നുണ്ടായിരുന്നല്ലോ? ഇല്ല സർ. ആരായിരുന്നു? ഞാൻ ആരെയും നോക്കിയില്ല സർ. സത്യം പറയടാ, ആരായിരുന്നു? ഞാനൊരു പാവുണ്ട് സർ, എന്നെ ഒന്ന് ചെയ്യില്ല. മിസ്റ്റർ അലക്സ്, തന്റെ സാധനങ്ങൾക്ക് എടുത്തിട്ട് വെക്കോ.
തന്നെ. അതല്ല, ക്യാമറ. ചേച്ചി അത് വെറും ഫിലിമാ, എക്സ്പോസ്ഡാ. താൻ വാ. അബ്ദുള്ള, റഹീം മൻസിൽ, പുത്തനങ്ങാടി, മലപ്പുറം, കേരള 18,000. ചെറിയാൻകുഞ്ഞ്, വടക്കേത്തല ഹൗസ്, കഞ്ഞിക്കുഴി, കുന്നംകുളം, കേരള $1,20,000. കൃഷ്ണൻകുട്ടി $1,45,000. ഫിലിം റോളിൽ ഒളിച്ചു വെച്ചിരുന്നാണ് സർ. ഇത് ആരെ ഏൽപ്പിക്കാനാ പറഞ്ഞത്? എനിക്കറിയില്ല. താൻ സത്യം പറയുന്നതാണ് നല്ലത്. പറയാതെ തന്നെ ഇവിടുന്ന് വിടില്ല. എനിക്കറിയില്ല. എടോ, ആലക്സിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. യെസ് സർ. തന്നെ കൊണ്ട് അയാൾ സത്യം പറയിപ്പിക്കും. അയാൾ ഒരു മയവുമില്ലാത്തവനാ. കിട്ടേണ്ടത് കിട്ടിയാലേ പറയൂ എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. എന്നെ തല്ലരുത്, ഞാൻ പറയാം. ലെറ്റ്സ് റെക്കോർഡ് ഇറ്റ് സർ. എന്താ തന്റെ പേര്? സുരേഷ് ചന്ദ്രൻ. വീട്? എടപ്പാൾ. എവിടെയാ ജോലി? ദുബായിൽ, ഹോട്ടൽ അൽ ഹിലാലിൽ. ഇതാരാ തന്നെ ഏൽപ്പിച്ചത്? എന്റെ ഇവിടെ ജോലി ചെയ്യുന്ന ഹമീദ് എന്നൊരാളാ. ഇവിടെ ഇത് ആരെ ഏൽപ്പിക്കാനാ പറഞ്ഞത്? ഹസൻ കോയ എന്നൊരാളെ. അയാൾ എയർപോർട്ടിൽ വരുമെന്ന് പറഞ്ഞു. താൻ അയാൾ അറിയുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഏൽപ്പിക്കും? അയാൾ എന്നെ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. എങ്ങനെ? എന്റെ ഡ്രസ്സ് കണ്ട് മനസ്സിലാക്കിക്കൊള്ളുമെന്നാ പറഞ്ഞത്. ഈ ഡ്രസ് ആര് വാങ്ങി തന്നതാ? ഹമീദ്. പിന്നെ വേറെന്താ തന്നു? 200 ദിർഹം തന്നു. എന്തിനാ തന്നത്? പ്രസന്റായി തന്നതാ. വേറെന്തെങ്കിലും തന്നോ? വേറൊന്നും തന്നില്ല. ഈ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമാണ്. എപ്പ ചോദിച്ചാലും ഇതുപോലെ തന്നെ പറയോ? പറയാം സർ. സർ, നൗ വി വിൽ ട്രൈ ഹസൻ കോയ. യെസ്. മിസ്റ്റർ അലക്സിന് ഹസൻ കോയുടെ അഡ്രസ് അറിയാമല്ലോ? അറിയാം സർ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ യു ഗെറ്റ് ദ ലോക്കൽ പോലീസ്. സർ. ഞാനും കൂടി പോവാം സർ. ആരാ? ആര്? ആ, വിളിക്കാം വിളിക്കാം. അതാണെനിക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. ആരാ? ആ, റോക്കിയോ വെർക്കിയോ എന്തോ ഒരു പേര്. ഹലോ. അവനെ പരിശോധിച്ചിട്ട് വല്ലതും കിട്ടിയോ? ആദ്യം പരിശോധിച്ചപ്പോ ഒന്നും കിട്ടിയില്ലായിരുന്നു. പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ മാലതി വന്ന് അയാളുടെ ക്യാമറയും ഫിലിമും മറ്റും പരിശോധിച്ചത്. ഫിലിം റോളിൽ ടൈപ്പ് ചെയ്യുന്ന അഡ്രസ്സുകൾ മാലതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ ആരുടെങ്കിലും പേര് പറഞ്ഞോ? എനിക്കറിയില്ല. അവർ ഡയറക്ടറുടെ ക്യാബിനിൽ വെച്ചാ സംസാരിച്ചത്. അവനവിടെ ഉണ്ടോ? ഉണ്ട്. പിന്നെ കുറച്ചു മുമ്പ് അലക്സും മാലതിയും കൂടി ധൃതിയിൽ പുറത്തു പോകുന്നത് കണ്ടു. എന്നെ വിശ്വാസമില്ലാത്തോണ്ടാണോ കൂടെ പോരുന്നു പറഞ്ഞത്? അലക്സിനെ വിശ്വാസമില്ലാത്തോണ്ടല്ല. അലക്സ് ശുണ്ടിക്കാരനാ. ചെറിയ കാര്യം മതി, എല്ലാ നിയന്ത്രണവും തെറ്റും. എന്നെ എപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കുമോ? എന്താ? ഒന്നുമില്ല. ആ സ്വാമി, വഴി തെറ്റരുത്. സാർ, ഇതാണ് പുത്തനങ്ങാടി. അലക്സ്, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം. അതായിരിക്കും നല്ലത്. ഹേയ്, എന്ത് കാര്യം? നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലല്ലേ. ഹസൻ കോയ, ചിറക്കൽ ഹൗസ്. എവിടെയത്? അയാളോട് ചോദിച്ചാൽ അറിയാം. ആ, എവിടെയാ ഈ ചിറക്കൽ ഹൗസ്? ഹസൻ കോയയുടെ മുറുക്കാൻ കടയിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഈ ഹസൻ കോയ എന്നൊരാളിനെ അറിയോ? അയ്യോ, നമ്മൾ ഈ നാട്ടുകാരനല്ലേ. ഇതാരപ്പാ? സിനിമാ നടിയാ. ചിറക്കലെ ഹസൻ കോയനെ ഓള് സംബന്ധം ആലോചിച്ച് വന്നതാ. അതെങ്ങനെ ഓനൊന്ന് കെട്ടിയതല്ലേ? ഹസൻ കോയന്റെ കാര്യമായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഓനെ പല ബിസിനസ്സും ഉള്ളതാ. ഇവിടെ ആർക്കാണ് എത്ര വലിയ കഴപ്പ്? ഓളുടെ കെട്ടിയവനായിരിക്കും നീ. അതേടാ. നീ ആരാടാ ചോദിക്കാൻ? മനസ്സിലാട്ടോ? അതേടാ. നീ ഏത് സിനിമ നടിയാണോ നീ കണ്ടത്? പറയണോ അങ്ങോട്ടോ? ഏതാണോ നീ കണ്ടത്?
പാന്റ് ഷർട്ട് ഇട്ട് പോയതുകൊണ്ട് ഈ പണി അറിയത്തില്ല വിചാരിച്ചോടാ മോനെ. അലക്സ്, വിടാനാ പറഞ്ഞത്. വിടാൻ. അലക്സ് എന്താ കാണിച്ചത്? അവരെന്നെയാ പറഞ്ഞത്. അത് ഞാൻ സഹിച്ചു. അലക്സിനെ അതിൽ ഇടപെടേണ്ട കാര്യം എന്താ? എന്താ ബിരാനെ, എന്ത് പറ്റി? കവലയില് ഒരു കാറിൽ 3-4 ആളുകൾ വന്നിട്ടുണ്ട്, CID-കള്. അവരെന്നോട് ഇങ്ങോട്ട് വരാനുള്ള വഴി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അവരെങ്ങോട്ടാ പോയി? അവരവിടെ തന്നെയുണ്ട്. നമ്മുടെ പുത്തമ്പറമ്പിൽ ചാക്കയില്ലേ, അതിൽ ഒരുത്തിയോട് എന്താ വൃത്തിയോട് പറഞ്ഞു. കൂടെ വന്നാൽ ചാക്ക എടുത്തിട്ട് അടിച്ചു. അതുകൊണ്ട് ഞാനും ഓടിപ്പോന്നു. ബിരാനെ, നീ വെക്കോ. ഓ, അമിന, അമിന. ആ, എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ല, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയണം. ആ, നിന്നെ അവരൊന്നും ചെയ്യില്ല. നീ ഇത് അടുപ്പിക്കൊണ്ടിട്ട് വേഗം കത്തിച്ചേരും. അമിന, കൂട്ടിന് ബീരാനെ കൂടെ വിളിച്ചോ. മറക്കണ്ട, ഒരാഴ്ച കഴിയുമ്പോ എല്ലാം തണുക്കും. അപ്പൊ ഞാനിങ്ങ് വരാം. ഊണ് പോലും കഴിച്ചില്ല. ഓ, അത് സാരമില്ല.